ഹലോ, പാസീവ് യുത്തനേഷ്യ കേസ്, അതായത് ഹരീഷ് റാണ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. ഹരീഷ് റാണയുടെ ഒരു ഇതിന്റെ മുമ്പ് അരുണ നമുക്ക് പറയാനുള്ള അരുണ കേസാണ് 2011 വന്നതാണ്. അതിനുശേഷം നമുക്ക് കോമൺ കോസ്റ്റിൽ ജഡ്ജ്മെന്റ് വന്നു. കോമൺ കോസിലും അപ്പോഴും ഇതൊന്നും അപ്ലൈ ചെയ്തില്ല. ഒരു മനുഷ്യനും യുത്തനേഷ്യ എന്നൊരു പ്രോസസ് നമ്മളെ ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ജുഡീഷ്യറി അപ്ലൈ ചെയ്തിട്ടില്ല. ബട്ട് ഹരീഷ് റാണയുടെ കേസ് 2025 തുടങ്ങി 26 ആവുമ്പോഴത്തേനും ആ ജുഡീഷ്യറി സുപ്രീം കോർട്ട്, ഹോണറബിൾ സുപ്രീം കോർട്ട് ഹാസ് അപ്ലൈഡ് പാസീവ് യുത്തനേഷ്യ കോൺസെപ്റ്റ്. അത് ഈ കേസിലാണ് ലാസ്റ്റ് ഫൈനലൈസ് ആവുന്നത്. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഹരീഷ് റാണ എന്നൊരു ആള് ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് ആയിരുന്നു. ഒരു 4 സ്റ്റോറി ബിൽഡിംഗിൽ നിന്ന് ഒരു വീഴ്ച വീണിട്ട് ഒരു പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലേക്ക് പോവാണ്. അതായത് കോമ സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അനക്കമില്ല, ഒന്നുമില്ല, എന്താ ഇവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത ഒരു ഒരു ചെറിയ പയ്യൻ. നമ്മൾ എഞ്ചിനീയറിംഗ് സ്റ്റുഡന്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ആ കുട്ടിയുടെ ആ സമയം തൊട്ട് 13 ഇയേഴ്സ് പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിൽ കിടന്നതിന് ശേഷം ഇപ്പോ അവരുടെ പാരന്റ്സ് കോടതിനെ അപ്രോച്ച് ചെയ്തേക്കുവാണ് യുത്തനേഷ്യക്ക് വേണ്ടിയിട്ട്. കാരണം ഹരീഷ് കിടക്കുന്ന സിറ്റുവേഷൻ എന്ന് വെച്ചാൽ ഒരിക്കലും ഒരു മെഡിക്കൽ ബോർഡ്സ് സർട്ടിഫൈ ചെയ്തു, എല്ലാം കഴിഞ്ഞു. കാരണം ഒരിക്കലും പുള്ളിനെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ല. അത് നന്നായിട്ട് മനസ്സിലാക്കിയതിനു ശേഷമാണ് ഹരീഷിന്റെ പാരന്റ്സ് ആ ഒരു ഡിസിഷനിൽ ഇതിന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്നത്, യുത്തനേഷ്യക്ക് വേണ്ടിയിട്ട് കോടതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ ഹൈക്കോടതി അത് റിജക്ട് ചെയ്തു. പിന്നെ നമ്മുടെ സുപ്രീം കോടതിനെ അപ്രോച്ച് ചെയ്തു. സുപ്രീം കോടതി ലാസ്റ്റ് അത് പെർമിറ്റ് ചെയ്യുകയാണ് ഉണ്ടായത്. എന്തോ സംഭവിച്ചാൽ ഇത് മനസ്സിലാക്കി, ദിസ് ഇസ് ദ കണ്ടീഷൻ, പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റിലാണ്, ഒരിക്കലും ഹരീഷിനെ തിരിച്ച് നമ്മുടെ ലൈഫിലേക്ക്, നോർമൽ ലൈഫിലേക്ക് വരുത്താൻ പറ്റില്ല എന്ന് കോടതിക്കും മെഡിക്കൽ ബോർഡിനും പൂർണ്ണമായ വിശ്വാസമായി. അതാണ് ഇതിലേക്ക് ലഡ് ചെയ്യാൻ കാര്യം. പിന്നെ ഒരാൾക്ക് റൈറ്റ് ടു ലൈഫ്, ആർട്ടിക്കിൾ 21 പറയുന്ന പോലെ ജീവിക്കാനുള്ള അവകാശം പോലെ മരിക്കാനും അന്തസ്സോടെ മരിക്കാനുള്ള അവകാശമുണ്ട്. അതായത് ആർട്ടിക്കിൾ 21 സേസ് റൈറ്റ് ടു ലൈവ് വിത്ത് ഡിഗ്നിറ്റി എന്ന് പറയുന്ന ലൈഫ് ടു ഡൈ വിത്ത് ഡിഗ്നിറ്റി. ആ ഒരു കോൺസെപ്റ്റാണ് നമ്മൾ ഹോണറബിൾ സുപ്രീം കോർട്ട് ഈ കേസിൽ അപ്ലൈ ചെയ്തിരിക്കുന്നത്. അപ്പൊ കോടതിയുടെ എക്സാമിനേഷൻ വെച്ചാൽ ഒപ്പീനിയൻ, പ്രൈമറി ബോർഡ്, സെക്കൻഡറി ബോർഡ്, പാരന്റ്സിന്റെ കൺസേൺ എടുത്തു, മെഡിക്കൽ എവിഡൻസും എല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതിക്ക് ഈ ഡിസിഷനിലേക്ക് വരാൻ സാധിച്ചത്. അപ്പൊ ഇതിൻ്റെ അകത്ത് ഇമ്പോർട്ടന്റ് ഡിസിഷൻ എന്താ നോക്കിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു സിറ്റുവേഷൻ, ഈ ഒരു പേഷ്യന്റിന്റെ ലൈഫ് പ്രൊലോങ് ചെയ്യുകയല്ലാതെ പുള്ളിനെ ഒരിക്കലും തിരിച്ച് ലൈഫിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല. ഇതാണ് കോടതി നോക്കിയത്. എപ്പോഴെങ്കിലും ഒരു ലൈഫ് ഈ മെഡിക്കൽ സപ്പോർട്ടും കൊണ്ട് എന്തെങ്കിലും കൊണ്ട് നല്ലതാണ്, പുള്ളി തിരിച്ചു വരും എന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിൽ ചെയ്യത്തില്ല. പക്ഷെ ഈ ഒരു സിറ്റുവേഷൻ 13 ഇയേഴ്സ് ആയിട്ട് അണ്ടർഗോ ചെയ്യുന്ന സിറ്റുവേഷൻ ഒരിക്കലും റിവേഴ്സ് ബാക്ക് ചെയ്യാൻ പറ്റില്ല. പെർമനന്റ് വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് വിച്ച് ക്യാൻ ബി നോ ലോങ്ങർ റിവേഴ്സ് ബാക്ക്. ഇതാണ് ഇവിടുത്തെ കണ്ടീഷൻ. അപ്പോൾ സുപ്രീം കോടതിയുടെ ഫൈനൽ ഓർഡർ വന്നു. ഫൈനൽ ഡയറക്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പയ്യെ ലൈഫ് സപ്പോർട്ടിങ് തിങ്സ് വിഡ്രോ ചെയ്യുക. അത് ക്ലിനിക്കലി എക്സാമിൻ ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുന്ന ന്യൂട്രീഷൻസും കാര്യങ്ങളൊക്കെ പയ്യെ വിഡ്രോ ചെയ്യുക. പേഷ്യന്റിനെ എയിംസ് ഡൽഹിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ ആയിരിക്കും അവരുടെ ഫൈനൽ കാര്യങ്ങൾ അവിടെ നടക്കുന്നത്. എല്ലാ ലൈഫ് സപ്പോർട്ട്സും മാറ്റിയിട്ട് പയ്യെ പേഷ്യന്റിനെ നാച്ചുറൽ ഡെത്തിലേക്ക് വിടുവാണ് ഈ പാസീവ് യുത്തനേഷ്യയിൽ നടക്കുന്നത്. അപ്പോൾ ഹോസ്പിറ്റൽസിന് കോമൺ കോസ് ഒരു ജഡ്ജ്മെന്റ്, നേരത്തെ 2018 ജഡ്ജ്മെന്റ്, അതിന്റെ ഗൈഡ് ലൈൻസ് നന്നായിട്ട് ഫോളോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. മെഡിക്കൽ ബോർഡിൽ വിഡ്രോവൽ ഓഫ് മെഡിക്കൽ സപ്പോർട്ട് മെഡിക്കൽ ബോർഡ് എല്ലാവരും അപ്രൂവ് ചെയ്യണം. പിന്നെ ഗവൺമെന്റിനോട് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട് ഇതിനു വേണ്ടി ഒരു പ്രോപ്പർ ഒരു കോംപ്രിഹെൻസീവ് ലോ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കോടതി അതിന് ഡയറക്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഹരീഷ് റാണയ്ക്ക് എന്താ പറയാ, ഈ ഒരു പാരന്റ്സിന്റെ ഫൈറ്റിന് വേണ്ടിയിട്ട് കിട്ടിയ ഒരു നീതിയാന്ന് പറയാം. കാരണം ഒരാളെ മരിക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ഈ ഒരു സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ പാരന്റ്സ് പോലും 10-13 വർഷം നോക്കി, അവരും ഏജായി വരുന്നു. അപ്പൊ അവരുടെ പാരന്റ്സ് സ്വയമേ പറഞ്ഞത്, ഞങ്ങളും പൈസ വരുന്നു, ഞങ്ങൾക്ക് ഇനി നോക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നു, അപ്പൊ അവനാര് നോക്കും? അതായിരുന്നു ആ ഫാദറിന്റെ ഒരു ചോദ്യം. അപ്പൊ അങ്ങനെയാണ് ആ ഫാദർ ആ കോടതിനെ അപ്രോച്ച് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ എന്തായാലും കോടതി അപ്രൂവ് ചെയ്തു. ലെറ്റ് ഹരീഷ് റെസ്റ്റ് ഇൻ പീസ്, പ്രേയിങ് ടു ഓൾമൈറ്റി ഗോഡ്. നമുക്ക് എല്ലാവർക്കും ഹരീഷിന് വേണ്ടി പ്രാർത്ഥിക്കാം. ലെറ്റ് ഹരീഷ് റെസ്റ്റ് ഇൻ പീസ്.